മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കുട്ടനാട് ടൗണിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ന്യൂ ബസാറിൽ സമാപിച്ചു. പ്രഖ്യാപന ചടങ്ങ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു. വലിയൊരു സഹകരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത്. തീർച്ചയായും അത് വളരെ സന്തോഷകരമാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുകയുണ്ടായി, ഹരിതകർമ്മസേന നല്ല രീതിയിലാണ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. അതിന് സ്വന്തമായൊരു വാഹനമുണ്ട്, ഒരു വനിതയാണ് ആ വാഹനം ഓടിക്കുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ കപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് സ്വന്തമായി വാഹനം ഉണ്ടായിരിക്കുന്നത്. 6 പഞ്ചായത്തുകൾക്കും വാഹനം വാങ്ങുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് തുക വകയിരുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആനക്കരയും പട്ടിത്തറയും ഒഴികെയുള്ള 4 പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം സ്വീകരിക്കുകയും 4 ലക്ഷം രൂപ വീതം സഹായം സ്വീകരിക്കുകയും വാഹനം വാങ്ങുകയും ചെയ്തു. തീർച്ചയായിട്ടും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ, അതായത് വളരെ സന്ദർഭോചിതമായി ഇടപെട്ട് ആ ഒരു പ്രവർത്തനം നടത്തിയതിന് നാഗലശ്ശേരി പഞ്ചായത്തിനെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ, സെക്രട്ടറി പി സുരേഷ് കുമാർ, എ കെ പ്രസാദ്, വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി മഹിമ സിദ്ദീഖ്, ഏകോപന സമിതി സെക്രട്ടറി കെ ആർ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ബയോബിന്നുകളും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും സ്കൂളുകൾക്കും വ്യാപാരി വ്യവസായ സംഘടനകൾക്കും പ്രശംസാപത്രവും വിതരണം ചെയ്തു. NCV ന്യൂസ് തൃത്താല.